ഉല്പത്തിപ്പുസ്തകം അദ്ധ്യായം 44. അനന്തരം അവൻ തന്റെ ഗൃഹവിചാരകനോട്, നീ ഇവരുടെ ചാക്കിൽ അവർക്ക് എടുക്കാവുന്നിടത്തോളം ധാന്യം നിറച്ച് ഓരോരുത്തന്റെ പണം അവനവന്റെ ചാക്കിന്റെ വായ്ക്കൽ വെക്കുക. ഇളയവന്റെ ചാക്കിന്റെ വായ്ക്കൽ വെള്ളികൊണ്ടുള്ള എന്റെ പാനപാത്രവും അവന്റെ ധാന്യവിലയും വെക്കുക എന്നു കല്പിച്ചു. യോസേഫ് കല്പിച്ചതുപോലെ അവൻ ചെയ്തു. നേരം വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്രയയച്ചു. അവർ പട്ടണത്തിൽനിന്ന് പുറപ്പെട്ടു ദൂരെ എത്തും മുമ്പെ യോസേഫ് തന്റെ ഗൃഹവിചാരകനോട്, എഴുന്നേറ്റു ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക. ഒപ്പം എത്തുമ്പോൾ അവരോട്, നിങ്ങൾ നന്മയ്ക്കു പകരം തിന്മ ചെയ്തത് എന്ത്? നിങ്ങൾ എന്റെ യജമാനന്റെ വെള്ളിപ്പാത്രം മോഷ്ടിച്ചത് എന്തിന്? അതിലല്ലയോ എന്റെ യജമാനൻ കുടിക്കുന്നത്? അതിനാലല്ലയോ ലക്ഷണം നോക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്നു പറയുക എന്ന് കല്പിച്ചു. അവൻ അവരുടെ അടുക്കൽ എത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു. അവർ അവനോട് പറഞ്ഞത്, യജമാനൻ ഇങ്ങനെ പറയുന്നത് എന്ത്? ഈ വക കാര്യം അടിയങ്ങൾ ഒരുനാളും ചെയ്യുകയില്ല. ഞങ്ങളുടെ ചാക്കിന്റെ വായ്ക്കൽ കണ്ട പണം ഞങ്ങൾ കനാൻ ദേശത്തുനിന്ന് അങ്ങയുടെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ. പിന്നെ ഞങ്ങൾ അങ്ങയുടെ യജമാനന്റെ വീട്ടിൽനിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കുമോ? അടിയങ്ങളിൽ ആരുടെയെങ്കിലും കൈവശം അത് കണ്ടാൽ അവൻ മരിക്കട്ടെ, ഞങ്ങളും യജമാനന് അടിമകളായിക്കൊള്ളാം. അതിന് അവൻ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ. അത് ആരുടെ കൈവശം കാണുന്നുവോ അവൻ എനിക്ക് അടിമയാകും. നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും. അവർ വേഗത്തിൽ ചാക്ക് നിലത്തിറക്കി ഓരോരുത്തൻ താന്താന്റെ ചാക്ക് അഴിച്ചു. അവൻ മൂത്തവന്റെ ചാക്ക് തുടങ്ങി ഇളയവന്റേതുവരെ പരിശോധിച്ചു. ബെന്യാമീന്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു. അപ്പോൾ അവർ വസ്ത്രം കീറി ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്നു. യെഹൂദയും അവന്റെ സഹോദരന്മാരും യോസേഫിന്റെ വീട്ടിൽ ചെന്നു. അവൻ അതുവരെയും അവിടെത്തന്നെ ആയിരുന്നു. അവർ അവന്റെ മുൻപാകെ സാഷ്ടാംഗം വീണു. യോസേഫ് അവരോട്, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത്? എന്നെപ്പോലെയുള്ള ഒരുത്തന് ഭാവി പ്രവചിക്കുവാൻ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് യെഹൂദാ, യജമാനനോട് ഞങ്ങൾ എന്ത് പറയേണ്ടു? എന്ത് ബോധിപ്പിക്കേണ്ടു? എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ഇതാ ഞങ്ങൾ യജമാനന് അടിമകൾ. ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്നു പറഞ്ഞു. അതിന് യോസേഫ്, അങ്ങനെ ഞാൻ ഒരുനാളും ചെയ്യുകയില്ല. ആരുടെ കൈവശം പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും. നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പന്റെ അടുക്കൽ പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ യെഹൂദാ അടുത്തുചെന്ന് പറഞ്ഞത്, യജമാനനേ, അടിയൻ യജമാനനോട് ഒന്ന് ബോധിപ്പിച്ചുകൊള്ളട്ടെ. അടിയന്റെ നേരെ കോപം ജ്വലിക്കരുതേ. യജമാനൻ ഫറവോനെപ്പോലെയല്ലോ. നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു. അതിന് ഞങ്ങൾ യജമാനനോട്, ഞങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും അവന് വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനും ഉണ്ട്. അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവന്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുവനെ ശേഷിപ്പുള്ളൂ. അവൻ അപ്പന്റെ വത്സലപുത്രൻ ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ അടിയങ്ങളോട്, എനിക്ക് കാണേണ്ടതിന് അവനെ എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുവീൻ എന്ന് കല്പിച്ചുവല്ലോ. ഞങ്ങൾ യജമാനനോട്, ബാലന് അപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചുപോകും എന്ന് പറഞ്ഞു. അതിന് യജമാനൻ അടിയങ്ങളോട്, നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോട് കൂടെ വരാതിരുന്നാൽ നിങ്ങൾ എന്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കല്പിച്ചു. അവിടുത്തെ അടിയാനായ അപ്പന്റെ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനന്റെ വാക്കുകളെ അറിയിച്ചു. അനന്തരം ഞങ്ങളുടെ അപ്പൻ, നിങ്ങൾ ഇനിയും പോയി നമുക്ക് കുറെ ധാന്യം വാങ്ങുവീൻ എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ, ഞങ്ങൾക്ക് പൊയ്ക്കൂടാ, അനുജൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകാം. അനുജൻ ഇല്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അടിയാനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത്, എന്റെ ഭാര്യ റാഹേൽ എനിക്ക് 2 പുത്രന്മാരെ പ്രസവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരിൽ ഒരുത്തൻ എന്റെ അടുക്കൽ നിന്ന് പോയി. അവനെ വന്യമൃഗങ്ങൾ പറിച്ചു കീറിപ്പോയി നിശ്ചയം എന്ന് ഞാൻ ഉറച്ചു. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ തലനരച്ച എന്നെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയാനായ അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അപ്പന്റെ പ്രാണൻ ബാലന്റെ പ്രാണനോട് പറ്റിയിരിക്കുകകൊണ്ട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചുപോകും. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയാനായ തലനരച്ച അപ്പനെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അടിയൻ അപ്പനോട്, അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പന് കുറ്റക്കാരനായിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പനോട് ബാലന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ആകയാൽ ബാലന് പകരം അടിയൻ യജമാനന് അടിമയായിരിക്കുവാനും
ബാലൻ സഹോദരന്മാരോടുകൂടെ പൊയ്ക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ അപ്പന്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ.